വൈസ് ചാൻസലർ വളരെ പ്രകടമായ അധികാര ദുർവിനിയോഗമാണ് നടത്തിയിട്ടുള്ളത്. കേരള സർവകലാശാലയുടെ ആക്റ്റും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ്. സിൻഡിക്കേറ്റിന് മുൻപാകെ ഈ കാര്യം വേണമെങ്കിൽ വൈസ് ചാൻസലർക്ക് വയ്ക്കാം എന്നല്ലാതെ നേരിട്ട് രജിസ്ട്രാർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വൈസ് ചാൻസലർക്ക് ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം സാധ്യമല്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് രജിസ്ട്രാർ അറിയിച്ചിട്ടുള്ളതായ കാര്യം. അങ്ങനെയെങ്കിൽ വ്യാജമായിട്ടുള്ള ആരോപണത്തെ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായും അമിതാധികാര പ്രയോഗമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. വൈസ് ചാൻസലർ ആകട്ടെ ശിലാന്യാസത്തിനടക്കം പങ്കെടുത്തുകൊണ്ട് RSS കൂറ് തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരള സർവകലാശാല VC ആയിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ്. താൽക്കാലിക VC ആണ്. താൽക്കാലിക VC ആയ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോയിട്ടാണ് രജിസ്ട്രാർക്കെതിരെ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ആലോചിച്ച് വേണ്ട വിധത്തിൽ അതിൽ ഇടപെടും. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഫലപ്രദമായ നിലയിലുള്ള ഇടപെടലുകൾ നടത്തി നല്ല രീതിയിലുള്ള മികവും മുന്നേറ്റവും ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളുമെല്ലാം ആ മികവിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കടുത്ത കാവ്യവൽക്കരണ പരിശ്രമങ്ങളുമായിട്ട് ചില ചാൻസലർമാർ ഇവിടെ വന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്.